ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നാമത്തെ കേസിന്റെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? എന്താണ് വന്നിട്ട് ദ ലൈൻ ഓഫ് കോളിമേഷൻ മെത്തേഡ് ദ റിഡക്ഷൻ ഓഫ് ലെവൽ ഡസ് നോട്ട് പ്രൊവൈഡ് ചെക്ക് ഓൺ. നമുക്ക് ലെവലിംഗിന്റെ കേസിൽ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് മെത്തേഡ് ആണുള്ളത് അല്ലേ? വന്നിട്ട് റെഡ്യൂസ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ് ആണുള്ളത്. വന്നിട്ട് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡ് അല്ലെങ്കിൽ കോളിമേഷൻ മെത്തേഡ്, അതുപോലെ തന്നെ റൈസ് ആൻഡ് ഫാൾ മെത്തേഡ്. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് വന്നിട്ട് ലൈൻ ഓഫ് കോളിമേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡിന്റെ അകത്തിൽ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ ഇൻസ്ട്രുമെന്റ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്, അതായത് ലൈൻ ഓഫ് കോളിമേഷന്റെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിച്ചിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്ത് ചെയ്യുന്നതാണ് വന്നിട്ട് എന്ത് ലൈൻ ഓഫ് കോളിമേഷൻ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡ് അല്ലേ? റൈസ് ആൻഡ് ഫാൾ മെത്തേഡിന്റെ അകത്തിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് വന്നിട്ട് നമ്മൾ തൊട്ടടുത്ത ഇതുമായിട്ടുള്ള കോൺസിക്യൂട്ടീവ് പോയിന്റ്സിന്റെ കേസിലുള്ള ലെവൽ ഡിഫറൻസ് അല്ലെങ്കിൽ സ്റ്റാഫ് റീഡിങ് കമ്പയർ ചെയ്തുകൊണ്ട് ചെയ്യുന്ന മെത്തേഡ് ആണ് വന്നിട്ട് റൈസ് ആൻഡ് ഫാൾ മെത്തേഡ് അല്ലേ? രണ്ട് മെത്തേഡും അതാണ്. എന്റെ കേസിൽ വരുന്ന സമയത്ത് എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് വന്നിട്ട് റൈസ് ആൻഡ് ഫാൾ മെത്തേഡിന്റെ അകത്തിൽ വരുന്ന സമയത്ത് നമ്മൾ എടുത്തിരിക്കുന്ന റീഡിങ്സിന്റെ എല്ലാത്തിന്റെയും കേസിൽ ചെക്ക് വരും, എല്ലാത്തിന്റെയും കേസിൽ ചെക്ക് വരും. പക്ഷേ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കോളിമേഷൻ മെത്തേഡിൽ വരുന്ന സമയത്ത് നമുക്ക് ഇന്റർമീഡിയറ്റ് സൈറ്റിന്റെ കേസിൽ ചെക്ക് വരുന്നില്ല. ആ ഒരു കേസ് ഓർത്തോണം. അതുപോലെ തന്നെ ഇതിന്റെ കേസിൽ ഇത് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ് വന്നിട്ട് റൈസ് ആൻഡ് ഫാൾ മെത്തേഡിന്റെ അതിൽ വരുന്ന സമയത്ത് സിഗ്മ ബാക്ക് സൈറ്റ് മൈനസ് സിഗ്മ ഫോർ സൈറ്റ് ഈക്വൽ ടു ലാസ്റ്റ് റെഡ്യൂസ് ലെവല് മൈനസ് ഫസ്റ്റ് റെഡ്യൂസ് ലെവല്. ഇതായിരിക്കും വന്നിട്ട് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡിന്റെ കേസിലുള്ള ഇതിന്റെ കേസിലുള്ള ചെക്ക് വരുന്നത്. റൈസ് ആൻഡ് ഫാൾ മെത്തേഡിൽ വരുന്ന സമയത്ത് ഇതിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് വന്നിട്ട് സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫാളൂടെ വരും. ഓർത്തോണം. നേരം നമുക്ക് ലൈൻ ഓഫ് കോളിമേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡിന്റെ അകത്തിൽ വരുന്ന സമയത്ത് ഇന്റർമീഡിയറ്റ് സൈറ്റിന്റെ കേസിൽ ചെക്ക് വരുന്നില്ല. ആ ഒരു കേസ് ഓർത്തോണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. ഏതാണ് വന്നിട്ട് എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഓഫ് കോണ്ടൂറിംഗ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഹില്ലി ടെറൈൻ? ഹില്ലി ടെറൈന്റെ കേസിൽ വരുന്ന സമയത്ത് നമുക്ക് കോണ്ടൂറിന്റെ കേസിൽ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വന്നിട്ട് രണ്ട് മെത്തേഡാണ് ബേസിക്കലി ഉള്ളത് അല്ലേ? ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡിന്റെ അകത്തിൽ വരുന്ന സമയത്ത് എന്താണ് വന്നിട്ട് സ്ലോയും ആണ് ടെഡിയസും ആയിരിക്കും ഡയറക്റ്റ് മെത്തേഡ്. അതുപോലെ തന്നെ നമ്മളത് യൂസ് ചെയ്യുന്നത് വന്നിട്ട് എവിടാണ് വന്നിട്ട് സ്മാൾ ഏരിയസിലും അതുപോലെ തന്നെ ഗ്രേറ്റ് അക്യുറസി വേണ്ടുന്നിടത്തുമായിരിക്കും നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓർത്തോണം. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡ് വരുന്ന സമയത്ത് അതിന്റെ അകത്തിൽ വരുന്ന സമയത്താണ് നമുക്കുള്ളത് വന്നിട്ട് ബൈ മെത്തേഡ്സ് ഓഫ് സ്ക്വയർ ഉണ്ട്, ബൈ മെത്തേഡ്സ് ഓഫ് ക്രോസ് സെക്ഷന്, അതുപോലെ തന്നെ ടാക്കിയോമെട്രിക് മെത്തേഡ്, ഇതൊക്കെ വരുന്നത്. ഇതിന്റെ കേസിൽ ബൈ മെത്തേഡ്സ് ഓഫ് സ്ക്വയർ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വന്നിട്ട് എവിടാണ് വന്നിട്ട് ഏരിയ ടു ബി സർവേഡ് സ്മാളും അതുപോലെ തന്നെ വന്നിട്ട് അധികം അണ്ടിലേഷൻസ് ഒന്നും ഇല്ലാത്തടത്ത്, നോട്ട് മച്ച് അണ്ടിലേഷൻസ് ഉള്ളിടത്തായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ കേസിൽ സ്ക്വയർ ആയിട്ട് ആ ഒരു ഇതിനെ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സൈസ് ഓഫ് സ്ക്വയർ വന്നിട്ട് 5 to 20 മീറ്റർ ആയിരിക്കും ഇത് ചെയ്യുന്നത്. ആ ഒരു കേസും അതായത് അത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യേണ്ടുന്ന ആ ഒരു ലാൻഡിനെ അതുപോലെ തന്നെ വന്നിട്ട് കോണ്ടൂർ ഇന്റർവെലിനെയും നേച്ചർ ഓഫ് കോണ്ടൂറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ ആ ഒരു കോണ്ടൂർ ഇന്റർവെല് എടുക്കുന്നത്, സോറി ആ ഒരു സ്ക്വയറിന്റെ സൈസ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ട് ബൈ മെത്തേഡ്സ് ഓഫ് ക്രോസ് സെക്ഷൻ മെത്തേഡ് വരുന്ന സമയത്ത്, ക്രോസ് സെക്ഷൻ മെത്തേഡ് വരുന്ന സമയത്ത് നമുക്ക് റെയിൽവേ റൂട്ടിന്റെയും അതുപോലെ തന്നെ വന്നിട്ട് നമ്മള് ലോ ഇതിന്റെയൊക്കെ കേസിലൊക്കെയാണ് നമുക്ക് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കേസിൽ വരുന്ന സമയത്ത് നമ്മുടെ ക്രോസ് സെക്ഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടെറൈന്, അതുപോലെ തന്നെ കോണ്ടൂർ ഇന്റർവെല്ലും, അതുപോലെ തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പർപ്പസ് ഓഫ് സർവേ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സർവേ ചെയ്യുന്നത് എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടാക്കിയോമെട്രിക് മെത്തേഡ് വരുന്ന സമയത്ത് എന്താണ് വന്നിട്ട്
ഹില്ലി ടെറൈന് കേസിലൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാക്യോമെട്രിക് മെത്തേഡ് ആയിരിക്കും വരുന്നത്. ആ ഒരു കേസ് ഓർത്തോണം. നേരം ക്വസ്റ്റ്യൻ അതിൽ എന്താണ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഹില്ലി ടെറൈൻ ആണ് ചോദിച്ചിരുന്നത്, ടാക്യോമെട്രിക് മെത്തേഡ് ആയിരിക്കും വരുന്നത്. ആ ഒരു കേസ് ഓർത്തോണം. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സൈസ് ഓഫ് പ്ലെയിൻ ടേബിൾ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സൈസ് ഓഫ് പ്ലെയിൻ ടേബിൾ വരുന്ന സമയത്ത് എത്രയാണ് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. എന്താണ് വന്നിട്ട് ഒരുപാട് തവണ ഈ ഒരു കേസ് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, കുറെ ആൾക്കാര് ചെയ്യുന്നില്ല. അത് അങ്ങനെ പറ്റത്തില്ല, എല്ലാരും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, സൈസ് ഓഫ് പ്ലെയിൻ ടേബിൾ വരുന്ന സമയത്ത് 75 അല്ലെ 750/600 mm അല്ലെങ്കിൽ 75/60 സെന്റിമീറ്റർ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ റേഞ്ച് വരുന്ന സമയത്ത് പ്ലെയിൻ ടേബിളിന്റെ കേസിൽ റേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് 40 to 30 സെന്റിമീറ്റർ ഡിവൈഡ് ടു 75/60 സെന്റിമീറ്റർ ആയിരിക്കും വരുന്നത്. ആ ഒരു റേഞ്ച് പറയുന്നത് പ്ലെയിൻ ടേബിളിന്റെ കേസിൽ. ആ ഒരു കേസ് ഓർത്തോണം. അതുപോലെ തന്നെ പ്ലെയിൻ ടേബിളിന്റെ തിക്നെസ് ചോദിക്കുകയാണെങ്കിൽ 1.5 സെന്റിമീറ്റർ ആയിരിക്കും വരുന്നത് അതിന്റെ തിക്നെസ് വരുന്നത്. അതുപോലെ തന്നെ അത് ഉണ്ടാക്കിയേക്കുന്ന പ്ലെയിൻ ടേബിൾ മെയ്ഡ് അപ്പ് ഓഫ് വെൽ സീസൺഡ് ടീക്ക് വുഡ് ആയിരിക്കും വരുന്നത്. ഓപ്ഷനിൽ ടീക്ക് വുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ വരുന്നത്. ടീക്ക് വുഡോ പൈൻ വുഡോ അല്ലെങ്കിൽ സോഫ്റ്റ് വുഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിന്റെ അതിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ട് നമ്മുടെ ട്രിപ്പോഡുമായിട്ട് ഇത് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിങ്നെറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രിപ്പോഡും പ്ലെയിൻ ടേബിളിന്റെയും ജോയിന്റ് വന്നിട്ട് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആയിരിക്കും. അതൊക്കെ ഓർത്തോണം. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്? സ്മാളർ ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് എ സർവേ ലൈന്. അതിനെ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? ട്രൂ മെറിഡിയന്റെ അകത്ത് നിന്ന് നമ്മൾ എടുക്കുന്ന ഹൊറിസോണ്ടൽ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് വന്നിട്ട് ട്രൂ ബെയറിങ്. ഓർത്തോണം, ട്രൂ ബെയറിങ്. അതിന്റെ വേറൊരു പേരാണ് അസിമുത്ത്. ഓർത്തോണം. ഡിക്ലിനേഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ട്രൂ മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഡിക്ലിനേഷൻ. ഡിപ്പ് വരുന്ന സമയത്ത് നമ്മുടെ മാഗ്നറ്റിക് നീഡില് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന വെർട്ടിക്കൽ ആംഗിളിനെ, അതായത് നമ്മുടെ മാഗ്നറ്റിക് നീഡിലില്ലേ അത് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു വെർട്ടിക്കൽ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പ്. ഓർത്തോണം. അതുപോലെ തന്നെ വന്നിട്ട് മാഗ്നറ്റിക് മെറിഡിയനും മാഗ്നറ്റിക് ബെയറിംഗും എന്താണ്? മാഗ്നറ്റിക് ബെയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് വന്നിട്ട് മാഗ്നറ്റിക് മെറിഡിയന്റെ അകത്ത് നിന്ന് ഒരു ലൈനിലോട്ട് ഉണ്ടാക്കുന്ന സർവേ ലൈനിലോട്ട് ഉണ്ടാക്കുന്ന ഹൊറിസോണ്ടൽ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ബെയറിംഗ്. അതുപോലെ തന്നെ ആർബിട്രറി ബെയറിംഗ് വരുന്ന സമയത്ത് എന്താണ്? ആർബിട്രറി മെറിഡിയൻ വരുന്ന സമയത്ത് നമ്മളൊരു ടെമ്പററി ആയിട്ട് ഒരു ഡയറക്ഷൻ അസ്യൂം ചെയ്തുകൊണ്ട് സ്മാൾ വർക്കിന്റെ ഒക്കെ കേസിൽ അത് നമ്മൾ കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നത് തിയോഡലൈറ്റിന്റെ ഒക്കെ കേസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ഡയറക്ഷൻ നമ്മൾ ഇതായിട്ട് അസ്യൂം ചെയ്ത് ആ ഒരു ഇതിന്റെ അകത്ത് നിന്ന് എടുക്കുന്ന ഹൊറിസോണ്ടൽ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആർബിട്രറി ബെയറിംഗ്. അതുപോലെ തന്നെ ഗ്രിഡ് മെറിഡിയൻ ഉണ്ട്. നമ്മുടെ ട്രൂ മെറിഡിയന് പാരലായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഏജൻസീസ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ലൈനിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് മെറിഡിയൻ. അതിന്റെ അകത്ത് നിന്ന് എടുക്കുന്ന ഹൊറിസോണ്ടൽ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഗ്രിഡ് ബെയറിംഗ്. ആ ഒരു കേസൊക്കെ ഓർത്തോണം. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? കോണ്ടൂർ ഇന്റർവെൽ എന്ന് വെച്ചാൽ എന്താണ്? വന്നിട്ട് രണ്ട് കോണ്ടൂർ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ പറയുന്നത്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ്, അതിനെ പറയുന്നതാണ് കോണ്ടൂർ ഇന്റർവെൽ അല്ലേ. ഹൊറിസോണ്ടൽ ഇക്വലന്റ് വരുന്ന സമയത്ത് എന്താണ്? രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു
കോൺസിക്യൂട്ടീവ് കോണ്ടൂർസിനെ വിളിക്കുന്ന പേരാണ് വന്നിട്ട് ഹൊറിസോണ്ടൽ ഇക്വലന്റ്. ഓർത്തോണം. അതുപോലെ തന്നെ കോണ്ടൂർ എന്ന് വെച്ചാൽ എന്താണ്? സെയിം എലിവേഷൻ ഉള്ള പോയിന്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ. ആ ഒരു കേസും ഓർത്തോണം. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? ചെക്ക് ലൈൻ അല്ലെങ്കിൽ പ്രൂഫ് ലൈൻ ഇൻ ചെയിൻ സർവേയിങ് ആർ എസെൻഷ്യലി റിക്വയർഡ്. ചെക്ക് ലൈൻ അല്ലെങ്കിൽ പ്രൂഫ് ലൈൻ വരുന്ന സമയത്ത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വന്നിട്ട് ആ ഒരു വർക്കിന്റെ കേസുള്ള അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? ആ ഒരു ഇതിന്റെ അക്യുറസി ചെയ്യാൻ വേണ്ടിയിട്ട് ഓർത്തോണം. അതുപോലെ തന്നെ നമുക്ക് ബേസ് ലൈൻ ഉണ്ട്. ബേസ് ലൈൻ വരുന്ന സമയത്ത് എന്താണ്? മെയിൻ സർവേ ലൈൻ, ലോങ്സ്റ്റ് മെയിൻ സർവേ ലൈൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ട് മെയിൻ സർവേ ലൈൻ ആയിരിക്കും. ഓർത്തോണം. വന്നിട്ട് ബേസ് ലൈൻ ആയിരിക്കും. അതുപോലെ തന്നെ ബേസ് ലൈൻ വന്നിട്ട് എല്ലായ്പ്പോഴും മെഷർ ചെയ്യുന്നത് ചെയിൻ വെച്ചിട്ടായിരിക്കും. ആ ഒരു കേസും ഓർത്തോണം. അതുപോലെ തന്നെ ഓഫ്സെറ്റ് ഉണ്ട്. ഓഫ്സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇതിന്റെ അകത്ത് നിന്ന് മെയിൻ ഇതിന്റെ അകത്ത് നിന്ന് എടുക്കുന്ന ലാറ്ററൽ ഡിസ്റ്റൻസ്, ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ എടുക്കുന്ന ആ ഒരു ലാറ്ററൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഓഫ്സെറ്റ്. അതുപോലെ തന്നെ ഓഫ്സെറ്റിന്റെ കേസിൽ വരുന്ന സമയത്ത് നമുക്ക് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റും ഉണ്ട്, ഒബ്ലൈക്ക് ഓഫ്സെറ്റും ഉണ്ട്. പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് വരുന്ന സമയത്ത് 90 ഡിഗ്രിയിൽ എടുക്കുന്നത്, അതർ ദാൻ 90 ഡിഗ്രിയിൽ എടുക്കുന്ന എല്ലാം ഒബ്ലൈക്ക് ഓഫ്സെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഷോർട്ട് ഓഫ്സെറ്റും ഉണ്ട്, ലോങ് ഓഫ്സെറ്റും ഉണ്ട്. ഷോർട്ട് ഓഫ്സെറ്റ് വരുന്ന സമയത്ത് 15 മീറ്ററിൽ കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഷോർട്ട് ഓഫ്സെറ്റ്. 15 മീറ്ററിൽ കൂടുതലാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ലോങ് ഓഫ്സെറ്റ്. അതൊക്കെ ഓർത്തോണം. ഓക്കെ. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ആഫ്റ്റർ ഫിക്സിംഗ് ദ പ്ലെയിൻ ടേബിൾ ടു ദ ട്രിപ്പോഡ് ദ മെയിൻ ഓപ്പറേഷൻ വിച്ച് ആർ നീഡഡ് അറ്റ് ഈച്ച് പ്ലെയിൻ ടേബിൾ സ്റ്റേഷൻസ് ആർ. നമ്മൾ പ്ലെയിൻ ടേബിൾ ചെയ്തതിനു ശേഷം നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? എന്നിട്ട് നമ്മൾ ട്രിപ്പോഡിന്റെ അതിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്റ്റേഷനിൽ കൊണ്ട് വെക്കും. വെച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ ചെയ്യുന്നത് എന്താണ്? വന്നിട്ട് ആ ഒരു ഇൻസ്ട്രുമെന്റ് ലെവലാക്കും. അതിന്റെ കൂടെ തന്നെ നമ്മൾ സെന്ററിങ്ങും ചെയ്യും, അല്ലേ? ലെവലിങ്, സെന്ററിങ് ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ സ്പിരിറ്റ് ലെവൽ വെച്ച് എല്ലായിടത്തും ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓറിയന്റേഷൻ ചെയ്യും, അല്ലേ? ഓറിയന്റേഷൻ ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? നേരം വന്നിട്ട് എങ്ങനെയാണ്? ഫസ്റ്റില് വന്നിട്ട് ലെവലിങ്, രണ്ടാമത് സെന്ററിങ്, അതുപോലെ തന്നെ മൂന്നാമത് ഓറിയന്റേഷൻ. ഓർത്തോണം. നേരം 1, 3, 2. ലെവലിങ്ങും ഇതും വന്നിട്ട് സൈമൾട്ടേനിയസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ആ ഒരു കേസും ഓർത്തോണം. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യനാ, പെട്ടെന്ന് പറ. എന്താണ്? there are 2 stations A and B. which of the following statements is correct? വന്നിട്ട് നമുക്ക് 2 സ്റ്റേഷൻ ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ടെന്ന് വെച്ചോ. ഇത് ബി സ്റ്റേഷൻ. നമ്മൾ എയിന്ന് ബിയിലോട്ട് എടുക്കുന്ന ഇതിനെ പറയുന്നതായിരിക്കും എന്ത്? ഫോർ ബെയറിങ്, അല്ലേ? അന്നേരം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോർ ബെയറിങ് ഓഫ് എ ബി ഈസ് എ ബി, അല്ലേ? എയിന്ന് ബിയിലോട്ട് എടുക്കുന്ന ഫോർ ബെയറിങ് വന്നിട്ട് എ ബി ആയിരിക്കും. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്ക് ബെയറിങ് ഓഫ് എ ബി വന്നിട്ട് എന്തായിരിക്കും? എയിന്ന് ബിയുടെ കേസിൽ എടുത്തതിന് വെച്ചാൽ അതിന്റെ ബാക്ക് ബെയറിങ് വന്നിട്ട് എന്തായിരിക്കും? ബിന്ന് എയിലോട്ട് എടുക്കുന്നതായിരിക്കും. അന്നേരം ബി എ. ബാക്ക് ബെയറിങ് വന്നിട്ട് ബി എ ആയിരിക്കും. അതും ശരിയാണ്, അല്ലേ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോർ ബെയറിങ് ആൻഡ് ബാക്ക് ബെയറിങ് ബെയറിങ് ഓഫ് എ ബി ഡിഫർ ബൈ 180, അല്ലെ? നമുക്കറിയാവുന്നതാണ്. ഫോർ ബെയറിങ്ങും ബാക്ക് ബെയറിങ്ങും വരുന്ന സമയത്ത് അതിന്റെ ഡിഫറൻസ് ഫോർ ബെയറിങ് ഈസ് ഈക്വൽ ടു ബാക്ക് ബെയറിങ് പ്ലസ് ഓർ മൈനസ് 180 ആണ്, അല്ലെ? 180ന്ന് എക്സാക്ട് ആയിട്ട് ഇതായിരിക്കും വരുന്നത്. അത് വന്നിട്ട് 180യിൽ കുറവാണെങ്കിൽ ആഡ് ചെയ്യും, 180യിൽ കൂടുതലാണെങ്കിൽ മൈനസ് ചെയ്യും. അങ്ങനെയല്ലേ വരുന്നത്? നേരം ആ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നേരം ഓൾ ദി അബോവ്.
അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? സ്മാളസ്റ്റ് ഡിവിഷൻ ഓഫ് വെർനിയർ ഈസ് ലോങ്ങർ ദാൻ ദ സ്മാളസ്റ്റ് ഡിവിഷൻ ഓഫ് പ്രൈമറി സ്കെയിൽ. വെർനിയർ സ്കെയിൽ ആണ് ലോങ്ങർ അല്ലേ പ്രൈമറി സ്കെയിലിനെക്കാട്ടില്. അന്നേരം ഏതാണ്? റെട്രോഗ്രേഡ് വെർനിയർ അല്ലേ. തിരിച്ചാണെങ്കിൽ വന്നിട്ട് ഡയറക്റ്റ് വെർനിയറും ഓർത്തോണം. അതുപോലെ തന്നെ വരുന്ന സമയത്ത് റെട്രോഗ്രേഡ് വെർനിയർ വരുന്ന സമയത്ത് എന്താണ് വന്നിട്ട് ഡയറക്റ്റ് വെർനിയർ കേസില് മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലും സെയിം ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് വെർനിയർ. റെട്രോഗ്രേഡ് വെർനിയർ വരുന്ന സമയത്ത് മെയിൻ സ്കെയിലിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വെർനിയർ സ്കെയിൽ മൂവ് ചെയ്യുന്നത്. അതും വന്നിട്ട് റെട്രോഗ്രേഡ് ആയിരിക്കും. ഓർത്തോണം, ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. ഏതാണ്? എന്താണ്? ലൈൻ നോർമൽ ടു ദ പ്ലംബ് ലൈന് വരുന്ന സമയത്ത് എന്താണ്? ലെവൽ ലൈന് അല്ലേ. നമുക്ക് എന്താണ്? ലെവൽ സർഫസ് ഉണ്ട്. ലെവൽ സർഫസ് വരുന്ന സമയത്ത് എന്താണ്? നമ്മുടെ എർത്തിന്റെ സർഫസിന് പാരലായിട്ടുള്ള അതിനെ പറയുന്നതാണ് ലെവൽ സർഫസ്. വന്നിട്ട് കർവ്ഡ് സർഫസ് അറ്റ് വിച്ച് എവരി പോയിന്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റിയിലും ആയിരിക്കും. അതാണ് വന്നിട്ട് നമ്മുടെ ഇത് എർത്തിന്റെ സർഫസിന് പാരലായിട്ടുള്ള ആ ഒരു സർഫസിനെ വിളിക്കുന്ന പേരാണ് വന്നിട്ട് ലെവൽ സർഫസ്. അതിന്റെ എക്സാമ്പിൾ ആണ്, ഇമ്പോർട്ടന്റ് ആണ് വന്നിട്ട് നമ്മുടെ സർഫസ് ഓഫ് എ സ്റ്റിൽ ലേക്ക്, അല്ലെങ്കിൽ ഒരു വെള്ളം ഇതായിട്ട് കിടക്കുന്ന അതിന്റെ കേസിലുള്ള ഇത് വന്നിട്ട് നമ്മുടെ ലെവൽ സർഫസിന് എക്സാമ്പിൾ ആയിരിക്കും. ആ ലെവൽ സർഫസിൽ നിൽക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് ലെവൽ ലൈന്. ലൈൻ ലൈയിങ് ഓൺ ദ ലെവൽ സർഫസ് അതിനെ വിളിക്കുന്ന പേരാണ് ലെവൽ ലൈന്. അത് വന്നിട്ട് എന്തായിരിക്കും? വന്നിട്ട് നോർമൽ ടു പ്ലംബ് ലൈൻ ആയിരിക്കും എല്ലാ പോയിന്റിലും. മറ്റാൾ പോയിന്റില് നോർമൽ ടു പ്ലംബ് ലൈൻ ആയിരിക്കും ലെവൽ ലൈൻ വരുന്നത്. ആ ഒരു കേസ് ഓർത്തോണം. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ലെവൽ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട്, അല്ലെങ്കിൽ വന്നിട്ട് ലെവൽ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട് പോകുന്നത് നമ്മുടെ ഈ സർഫസിന്, ആ കർവ്ഡ് സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു സർഫസിനെ വിളിക്കുന്ന പേരാണ് വന്നിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിന്. ആ പ്ലെയിനിൽ നിൽക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ ലൈന്. അതുപോലെ തന്നെ വന്നിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിൻ വന്നിട്ട് പെർപെൻഡിക്കുലർ ടു പ്ലംബ് ലൈൻ ആയിരിക്കും വരുന്നത്. ആ ഒരു കേസും ഓർത്തോണം, ഹൊറിസോണ്ടൽ പ്ലെയിന്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻ വരുന്ന സമയത്ത് എന്തായിരുന്നു? വന്നിട്ട് ഇതും വന്നിട്ട് പ്ലംബ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പോകുന്നത്. ആ ഒരു കേസൊക്കെ ഓർത്തോണം. അതുപോലെ തന്നെ നമുക്ക് 2 ടൈപ്പ് സർവേ ഉണ്ട്, പ്ലെയിൻ സർവേയിങ്ങും ജിയോഡറ്റിക് സർവേയിങ്ങും ഉണ്ട് അല്ലേ. പ്ലെയിൻ സർവേയിങ്ങിന്റെ കേസിൽ വരുന്ന സമയത്ത് എന്താണ്? നമ്മൾ സർഫസ് പാരലായിട്ടാണ്, നമ്മൾ എർത്തിന്റെ സർഫസ് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അവിടെ വന്നിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്ലെയിൻ സർവേയിങ്ങിന്റെ കേസിൽ വരുന്ന സമയത്ത് പ്ലംബ് ലൈൻ വന്നിട്ട് പാരലായിരിക്കും പോകുന്നത്. അത് വന്നിട്ട് പ്ലെയിൻ സർവേയിങ്ങിന്റെ കേസിലാണ്. ജിയോഡറ്റിക് സർവേയിങ്ങിന്റെ കേസിൽ വരുന്ന സമയത്ത് നമ്മൾ എർത്തിന്റെ സർഫസ് കൺസിഡർ ചെയ്യും. അന്നേരം വന്നിട്ട് എന്തായിരിക്കും? വന്നിട്ട് ഓരോരുത്തരുടെയും പ്ലംബ് ലൈനും വന്നിട്ട് സെന്ററിൽ വന്ന് മെർജ് ചെയ്ത് പോവുകയായിരിക്കും ചെയ്യുന്നത്. ആ ഒരു കേസ് ഓർത്തോണം. അത് പാരലല്ല. ജിയോഡറ്റിക് സർവേയിങ്ങിന്റെ കേസിൽ പ്ലംബ് ലൈൻസ് പാരലല്ല ഒരു കാരണവശാലും. ഓർത്തോണം. അത് വന്നിട്ട് സെന്ററിലോട്ട് വന്ന് ഇതായിട്ട് പോവുകയായിരിക്കും ചെയ്യുന്നത്. ആ ഒരു കേസും ഓർത്തോണം. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? 2 പോയിന്റ് പ്രോബ്ലം 3 പോയിന്റ് പ്രോബ്ലം ആർ മെത്തേഡ്സ് ഓഫ് വരുന്ന സമയത്ത് നമുക്ക് റിസഷനും ഓറിയന്റേഷനും ഉണ്ട് അല്ലേ. അവിടെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഓറിയന്റേഷൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നിങ്ങൾ തന്നെ പറഞ്ഞു, എങ്ങനെയായിരിക്കും നമ്മൾ ഇതിന്റെ കേസിൽ ചെയ്യുന്നത്? ഏത് മെത്തേഡ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത് ഓറിയന്റേഷൻ ചെയ്യാനായിട്ട്? പെട്ടെന്ന് പറ. നമുക്ക് ഓറിയന്റേഷൻ ചെയ്യാനായിട്ട് 2 മെത്തേഡ്സാ ഉള്ളത് അല്ലേ. വന്നിട്ട് ബാക്ക് സൈറ്റ് മെത്തേഡും ഉണ്ട്, മാഗ്നറ്റിക് നീഡിൽ മെത്തേഡും ഉണ്ട്. ഇതിൽ ഏത് മെത്തേഡ് ആയിരിക്കും നമ്മൾ 2 പോയിന്റ് പ്രോബ്ലം അല്ലെങ്കിൽ 3 പോയിന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? മൂന്ന് പേര് തെറ്റിച്ചു.
എല്ലാരും പറ പെട്ടെന്ന് പറഞ്ഞേ. എല്ലാരും റെസ്പോണ്ട് ചെയ്യടേ. 2 മെത്തേഡ് ഉണ്ട്, ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യ്. വന്നിട്ട് ബാക്ക് സൈറ്റ് മെത്തേഡ് ആണോ അതോ മാഗ്നറ്റിക് നീഡിൽ മെത്തേഡ് ആണോ? ബാക്ക് സൈറ്റ് മെത്തേഡ് എയും മാഗ്നറ്റിക് നീഡിൽ മെത്തേഡ് ബിയും. ഓപ്ഷൻ നിങ്ങൾ തന്നെ പറ, എ ആണോ ബി ആണോ? ബാക്ക് സൈറ്റ് മെത്തേഡ് എയും മാഗ്നറ്റിക് നീഡിൽ മെത്തേഡ് ബിയും. പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. കൊള്ളാം, എല്ലാരും കൊള്ളാം. അതായത് നമുക്ക് 2 പോയിന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് 2 മെത്തേഡ്, 2 പോയിന്റ് പ്രോബ്ലം 3 പോയിന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാവുന്ന സമയത്ത് നമുക്ക് ഓറിയന്റേഷൻ ചെയ്യണമല്ലോ. ഓറിയന്റേഷൻ ചെയ്യാനായിട്ട് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? വന്നിട്ട് ബാക്ക് സൈറ്റ് മെത്തേഡും ഉണ്ട്, മാഗ്നറ്റിക് നീഡിൽ മെത്തേഡും ഉണ്ട് ഓറിയന്റേഷൻ്റെ അകത്തില്. ഇതിൽ ഏതാണ് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് ഓറിയന്റേഷൻ വരുന്ന സമയത്ത് നമുക്ക് 2 മെത്തേഡാണ് ഉള്ളത്, ബാക്ക് സൈറ്റ് മെത്തേഡ്, മാഗ്നറ്റിക് നീഡിൽ മെത്തേഡ്. എല്ലാരും 1-2 ആൾക്കാരും മാത്രമേ ശരിയാക്കിയുള്ളൂ. നല്ലയാ. വരുന്ന സമയത്ത് ബാക്ക് സൈറ്റ് മെത്തേഡ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ബാക്ക് സൈറ്റ് വരുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഏത് ഇത് വെച്ചിട്ടായിരിക്കും? നമ്മൾ അൾഡൈഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഈ 2 പോയിന്റ് പ്രോബ്ലവും 3 പോയിന്റ് പ്രോബ്ലവും ചെയ്യുന്ന എപ്പോഴാണ്? വന്നിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഇത് മിസ്സായി പോയി അല്ലേ? ഏതെങ്കിലും ഒരു സ്റ്റേഷൻ പോയിന്റിൽ ഇത് എടുക്കാനായിട്ട് മിസ്സായി പോയി, അന്നേരം അത് പിന്നീട് വന്ന് ആ ഒരു ഇവിടെ വന്ന് നമ്മൾ 2 പോയിന്റ് വെച്ചുകൊണ്ട് 3-ാമത്തെ പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഇൻസ്ട്രുമെന്റൈസേഷൻ. എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് 2 പോയിന്റ് പ്രോബ്ലം. 3 പോയിന്റ് വെച്ചുകൊണ്ട് ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്നതാണ് 3 പോയിന്റ് പ്രോബ്ലം അല്ലേ? അതിന്റെ കേസിൽ നമുക്ക് ഈ അൾഡൈഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇത് ചെയ്യാനായിട്ട് പറ്റുമോ? നമുക്ക് ഓൾറെഡി വേറെ ഒന്നും അറിയത്തില്ല, നമ്മൾ എവിടെയെങ്കിലും കൊണ്ടായിരിക്കും ഇൻസ്ട്രുമെന്റ് വെക്കുന്നത് ആണല്ലോ. ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആ പേരിന്റെ അകത്ത് നിന്ന് തെറ്റിക്കും, എല്ലാരും തെറ്റിക്കുന്ന ഒരു കേസാണ്. വന്നിട്ട് മോസ്റ്റ് അക്യുറേറ്റ് മെത്തേഡ് ആണ് ഓറിയന്റേഷൻ ബൈ ബാക്ക് സൈറ്റ് മെത്തേഡ്. അതിന്റെ കേസിൽ യൂസ് ചെയ്യുന്നത് അൾഡൈഡ് ആയിരിക്കും. നമ്മൾ 2 പോയിന്റ് പ്രോബ്ലം 3 പോയിന്റ് പ്രോബ്ലം വരുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യുന്ന ഏത് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടായിരുന്നു? ട്രഫ് കോമ്പസ് വെച്ചിട്ടായിരുന്നു നമ്മൾ ഓറിയന്റേഷൻ ചെയ്യുന്നത്. അത് വെച്ചിട്ട് അതിനാണ് നമ്മൾ നോർത്ത് ഡയറക്ഷൻ ടോപ്പ് റൈറ്റ് കോർണറിൽ വരയ്ക്കുന്നത്. പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അന്നേരം അവിടെ വരുന്ന സമയത്ത് ട്രഫ് കോമ്പസ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന അതിനെ പറയുന്നതാണ് മാഗ്നറ്റിക് നീഡിൽ മെത്തേഡ്. ഓർമ്മയുണ്ടോ? പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാനന്ന് എടുത്തു പറഞ്ഞത് 2 പോയിന്റ് പ്രോബ്ലം 3 പോയിന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് എന്നും ഞാൻ എടുത്തു പറഞ്ഞത് ഓർമ്മയുണ്ടോ? തെറ്റിക്കരുത് ഇനിയെങ്കിലും. ഈ അടുത്തിടയ്ക്ക് എക്സാമിനും ചോദിച്ചായിരുന്നത്. 1-2 പേര്, ഒരാള് ആദ്യമേ തെറ്റ് പറഞ്ഞ് പിന്നെ കറക്റ്റ് ആക്കി. ഞാൻ ഓരോരുത്തരുടെയും പേര് ഞാൻ പറയുന്നില്ല. പേര് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ക്ലാസ്സിലുള്ള ഒരു 90% ആൾക്കാരും തെറ്റിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അത് ഇതാണ് ഈ റിവിഷൻ ക്ലാസ്സിന്റെ ഒക്കെ ഉള്ളൊരു ഗുണം. നമ്മൾ മറന്നുപോകും, സ്വാഭാവികമായിട്ടും എല്ലാവരും മറന്നുപോകും. ഞാൻ അതിനെ കുറ്റം പറഞ്ഞതല്ല, എല്ലാവരുടെയും കേസിൽ മറവി വരും. അത് നമ്മൾ കൂടെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയുന്നത്, നിങ്ങൾ കൂടെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത സബ്ജക്റ്റിലോട്ട് പോയി കഴിഞ്ഞാലും വീണ്ടും നമ്മൾ ആദ്യമേ പഠിച്ച സബ്ജക്റ്റ് ജസ്റ്റ് ആ ഷോർട്ട് നോട്ട് ഒക്കെ ഇതിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്നത്. ആ ഷോർട്ട് നോട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് കൂടെ ഒന്ന് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും.
നമ്മൾ ആരും റോബോട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല, എല്ലാവർക്കും മറവിയുള്ളയാണ്. ആ ഒരു കേസ് ഓർത്തോണം. ഓക്കെ, അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേ. ഒരു കാര്യം കൂടെ പറയാം. ഞാനിപ്പോ ആ ക്വസ്റ്റ്യൻ തെറ്റിച്ചു എന്നും പറഞ്ഞ് ആരും ഡിപ്രസ് ആവേണ്ടെന്ന് അല്ലെങ്കിൽ ഒരു ഇതും ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും മറവിയുള്ള കേട്ടോ. ഇപ്പൊ ക്ലാസ്സിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരും അത് തെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാത്രം തെറ്റിച്ചു എന്നുള്ളൊരിത് വേണ്ട. ഞാൻ അതാ പറഞ്ഞ, എല്ലാരും തെറ്റിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരാളെങ്ങാണ്ടേ കറക്റ്റ് പറഞ്ഞിട്ടുള്ളൂ. അത് ഒരാളും ഇത് രണ്ടാമത് ഇത് ചെയ്ത് വന്നിട്ടാണ് കറക്റ്റ് പറഞ്ഞത്. ആദ്യമേ ചാടിക്കേറി ബാക്ക് സൈറ്റ് മെത്തേഡ് ആണ് പറഞ്ഞത്. നമുക്ക് ഈ MCQ ക്വസ്റ്റ്യൻ്റെ അതിൽ വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ആ ബാക്ക് സൈറ്റ് മെത്തേഡ് കിടക്കും. നിങ്ങൾ അന്നേരം ചാടിക്കേറി ബബിൾ അങ്ങ് കറപ്പിക്കും. അത് കഴിഞ്ഞാൽ 4ാമത്തെ ഓപ്ഷനൊക്കെ വായിക്കുന്നത്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ടതൊന്നും കാര്യമൊന്നുമില്ല, ഡിപ്രഷൻ അടിക്കേണ്ടതൊന്നും ഒരു കാര്യമില്ല. അത് സ്വാഭാവികമായിട്ടും വരുന്നയാ. പറഞ്ഞോ, 12ാമത്തെ ആൻസർ പറഞ്ഞു എല്ലാരും. വായിച്ചിട്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. എന്താണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്? എന്താണ്? ഇൻ ലെവലിംഗ് ഓപ്പറേഷൻ ഇഫ് സെക്കൻഡ് റീഡിംഗ് ഈസ് മോർ ദാൻ ഫസ്റ്റ് ഇറ്റ് റെപ്രസെന്റ്സ് എ റൈസ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? നമ്മൾ റൈസ് ആൻഡ് ഫാൾ മെത്തേഡിന്റെ അകത്തില്, അല്ലെങ്കിൽ വേണ്ട, ഒന്നും വേണ്ട, നമ്മളൊരു ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെന്റ് ഇത് ചെയ്തു വന്നിട്ട് ഇഫ് ദ സെക്കൻഡ് റീഡിംഗ് മോർ ആണ്, സെക്കൻഡ് റീഡിംഗ് മോർ ആവുന്ന സമയത്ത്, കൂടുതലാവുന്ന സമയത്ത് എന്താണ്? സ്വാഭാവികമായിട്ടും അവിടുത്തെ റീഡിങ് ഇപ്പൊ ലെവല് ഇതാണെന്ന് വെച്ചു ഇങ്ങനാണെങ്കിൽ ഇവിടെ കൊണ്ട് ഇൻസ്ട്രുമെന്റ് വെക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഇവിടുത്തെ റീഡിങ് കൂടുതലായിരിക്കും അല്ലേ? ഇവിടെ വെക്കുന്ന സമയത്തോ ഇൻസ്ട്രുമെന്റിന്റെ റീഡിങ് ചെറുതായിരിക്കും, ചെറിയ വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതുപോലെ ഇവിടെ വെക്കുന്ന സമയത്ത് ഇൻസ്ട്രുമെന്റിന് ഇതിനെക്കാട്ടില് ഉയരത്തിലാണ് നിൽക്കുന്നത് അല്ലേ? അന്നേരം ഇതിനെക്കാട്ടില് ഇവിടുത്തെ റീഡിങ് കുറവായിരിക്കും. പക്ഷെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനെക്കാട്ടില് മുകളിലാണ്, അന്നേരം റീഡിങ് കുറവാണ്. ഈ ഇതിന്റെ ഗ്രൗണ്ടിന്റെ ലെവല് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ റീഡിങ് കൂടിക്കൂടിയായിരിക്കും വരുന്നത്. ഗ്രൗണ്ടിന്റെ ലെവല് താഴുന്നതിനനുസരിച്ച് അവിടുത്തെ റീഡിങ് കൂടുതലായിരിക്കും അല്ലേ? അന്നേരം ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഇഫ് ദ സെക്കൻഡ് റീഡിംഗ് ഈസ് മോർ ദാൻ ഫസ്റ്റ്, നമ്മൾ ഇത് വരുന്ന സമയത്ത് നമ്മുടെ റൈസ് ആൻഡ് ഫാൾ മെത്തേഡിന്റെ അകത്തില് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? റൈസ് ആൻഡ് ഫാൾ മെത്തേഡിന്റെ അകത്തില് ആ ഒരു ടേബിൾ നമ്മൾ ആ ചെയ്യുന്ന ആ ഒരു ഇത് ഓർത്തിരുന്നേ വന്നിട്ട് നമ്മൾ ആ ഒരു എങ്ങനെയാ ചെയ്യുന്നത്, കാൽക്കുലേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇവിടെ ഫോർ സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ്, ബാക്ക് സൈറ്റ്, അങ്ങനെയല്ലേ? പിന്നെ റൈസ് ഫാള്, ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇതിനുശേഷം നമ്മൾ ഓരോ റീഡിങ്ങിന്റെ അകത്ത് നിന്ന്, തൊട്ട് മുന്നിലത്തെ റീഡിങ്ങിന്റെ അകത്ത് നിന്ന് കമ്പയർ ചെയ്തതായിരിക്കും ചെയ്യുന്നത് അല്ലേ? സെക്കൻഡ് റീഡിങ് ആയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഈ റീഡിങ്ങിന്റെ അകത്ത് നിന്ന് ഇത് മൈനസ് ചെയ്ത് നോക്കും. അന്നേരം കിട്ടുന്ന വാല്യൂ മൈനസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാളിൽ എഴുതും, കൂടുതലാണെങ്കിൽ റൈസിൽ എഴുതും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇതിന്റെ അകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? സെക്കൻഡ് റീഡിങ് മോർ ദാൻ ഫസ്റ്റ് ആണ്. സെക്കൻഡ് റീഡിങ് ആവുന്ന സമയത്ത് മറ്റേതിനെക്കാട്ടിലാവുന്ന സമയത്ത് അവിടുത്തെ ഇതുമായിട്ട് ഇപ്പം ഇവിടെ വന്നിട്ട് 1.300 ഇവിടെ വന്നിട്ട് സെക്കൻഡ് റീഡിങ് വന്നിട്ട് മറ്റേതിനെക്കാട്ടി കൂടുതലാണ്, 2.00 ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് നിന്ന് ഈ 1.3 നിന്ന് 2 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? മൈനസ് ആയിരിക്കും കിട്ടുന്നത്. അന്നേരം വന്നിട്ട് അത് ഫാളിലായിരിക്കും വരുന്നത് അല്ലേ? അന്നേരം റൈസ് ആണ് ഇത് വരുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായോ? അത് ഫസ്റ്റ് ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തേ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് തെറ്റാ വന്നതെന്ന് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം, തുറന്നു പറയണം, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാ ചോദിക്കുന്നത്. മനസ്സിലായോ അത് എന്തുകൊണ്ടാ സ്റ്റേറ്റ്മെന്റ് തെറ്റായെന്ന്? എല്ലാരും റെസ്പോണ്ട് ചെയ്യടേ. ആർക്കെങ്കിലും മനസ്സിലാവാത്തയുണ്ടോ?
ഓക്കെ, അന്നേരം ഇനി രണ്ടാമത്തെ നോക്കിയേ. ഇഫ് ദ ഫസ്റ്റ് റീഡിങ് ഈസ് മോർ ദാൻ സെക്കൻഡ്, ഫസ്റ്റ് റീഡിങ് മോർ ആവുന്ന സമയത്ത് ഈ സെയിം കേസിൽ തന്നെ വന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു ഇവിടെ വലുതായിട്ട് കാണിക്കാം. ഫോർ സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ്, ബാക്ക് സൈറ്റ്, റൈസ്, ഫാള്. ആദ്യമേ എഴുതുന്ന ബാക്ക് സൈറ്റ് ആണ്. ഞാൻ അതൊന്നും നോക്കുന്നില്ല, ഞാൻ ജസ്റ്റ് റീഡിങ് എഴുതി അങ്ങ് പോകുന്നേ ഉള്ളൂ കേട്ടോ. ഒരു ഏതെങ്കിലും ഒക്കെ റീഡിങ് എഴുതിയിട്ട് ഇപ്പം ഫോർ സൈറ്റ് 2, ഇത് 3, ഇത് 4, 5 ഇങ്ങനെ അങ്ങ് എഴുതി പോവുക. ഓക്കെ, ഇനി ഇപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കേസ് പറഞ്ഞ മനസ്സിലായല്ലോ. അതായത് ഫസ്റ്റ് റീഡിങ് സെക്കൻഡ് റീഡിങ് മോർ ദാൻ ഇത് ചെയ്യുന്ന സമയത്ത്, ഇത് രണ്ടും കൂടെ ചെയ്യുന്ന സമയത്ത് 2 ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈനസ് ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് അവിടെ ഫാളില് റീഡിങ് എഴുതുന്നത്. അന്നേരം ആ സ്റ്റേറ്റ്മെന്റ് റൈസ് എന്ന് എഴുതിയിരിക്കുന്നത്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ നോക്കിയേ, ഫസ്റ്റ് റീഡിങ് ഈസ് മോർ ദാൻ സെക്കൻഡ് 1. അന്നേരം തിരിച്ച് വരുന്ന ഇവിടെ ഫസ്റ്റ് റീഡിങ് ഇതിനെക്കാട്ടിൽ കൂടുതലാണ്. നേരം ഇവിടെ 4 ഇത് 2 ആണെന്ന് വെച്ചോ. നേരം ഇതിന്റെ അകത്ത് നിന്ന് ഈ 4ന്റെ അകത്ത് നിന്ന് 2 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തോ കിട്ടും? +2 എന്ന് കിട്ടും അല്ലേ? അന്നേരം നമ്മൾ റൈസിന്റെ അകത്തിലായിരിക്കും ആ 2 എഴുതുന്നത് ആണല്ലോ. അന്നേരം ഫസ്റ്റ് റീഡിങ് മോർ ദാൻ ദ സെക്കൻഡ് 1, അന്നേരം ഇറ്റ് റെപ്രസെന്റ് റൈസ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇഫ് ദ ഫസ്റ്റ് റീഡിങ് ഈസ് ലെസ് ദാൻ ദ സെക്കൻഡ് ഇറ്റ് റെപ്രസെന്റ്സ് എ ഫാള്. ഫസ്റ്റ് ഇത് തന്നെയല്ലേ, ഫസ്റ്റ് റീഡിങ് സെക്കൻഡിനെക്കാട്ടിലും സ്മാൾ ആണെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് 3 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് -1 ആണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഫാൾ ആണ്. അന്നേരം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്, ബോത്ത് ബി ആൻഡ് സി. എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആയോ? ചെയിൻ സർവേ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എവിടാണ്? വന്നിട്ട് സ്മാൾ ഏരിയാസിന്റെ കേസിലും അതുപോലെ തന്നെ ഓപ്പൺ ഗ്രൗണ്ടിന്റെ കേസിലും അല്ലേ? അതായത് നമുക്ക് ഒരുപാട് അവിടെ ക്രൗഡഡ് വിത്ത് മെനി ഡീറ്റെയിൽസ് ഒന്നും ആകാൻ പാടില്ല. അതായത് ഫോറസ്റ്റോ അല്ലെങ്കിൽ ഒരുപാട് അണ്ടുലേറ്റിംഗ് ആയിട്ടുള്ള ഗ്രൗണ്ടോ അവിടെ ഒന്നും നമുക്ക് ചെയിൻ സർവേ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ലാർജ് ഏരിയയുടെ കേസിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഓർത്തോണം. നേരം വന്നിട്ട് സ്മാൾ ഏരിയാസും ഓപ്പൺ ഗ്രൗണ്ടിന്റെ കേസിലായിരിക്കും നമുക്ക് ചെയിൻ സർവേ അഡോപ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ക്രൗഡഡ് വിത്ത് മെനി ഡീറ്റെയിൽസ് ലാർജ് ഏരിയയിലൊക്കെ ആവുന്ന സമയത്ത് അവിടെ ചെയ്യുന്നത് കോമ്പസ് സർവേയിങ് ആയിരിക്കും, ഓർത്തോണം. ആ പറഞ്ഞു മേരി, എന്തായിരുന്നു? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ മേരി, ഹാൻഡ് റൈസ് ചെയ്ത് എന്തിനായിരുന്നു? ഹലോ മേരി, കേൾക്കുന്നുണ്ടോ? അറിയാണ്ട് ഹാൻഡ് റൈസ് ആയതായിരുന്നോ? ഓക്കെ, അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യണം. എന്താണ്? ഇൻ ലെവലിംഗ് ഓപ്പറേഷൻ ദ ഫസ്റ്റ് സൈറ്റ് ഓൺ എനി ചേഞ്ച് പോയിന്റ് ഈസ് ബാക്ക് സൈറ്റ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? നമ്മുടെ ഫസ്റ്റ് സൈറ്റ്, ഒരു നമ്മൾ ചേഞ്ച് പോയിന്റ് എടുക്കാൻ നേരത്ത് നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് റീഡിങ് ഏതാണ്? ഫോർ സൈറ്റ് ആണ്. അവിടുന്ന് ഒരു ഫോർ സൈറ്റ് എടുത്തതിന് ശേഷം, അതായത് നമ്മൾ ഇപ്പൊ ഇവിടെ ഇൻസ്ട്രുമെന്റ് ഇരിക്കുവാണെങ്കിൽ ചേഞ്ച് പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഇവിടോട്ട് സ്റ്റാഫ് വെച്ചിട്ട് ഒരു ഫോർ സൈറ്റ് എടുക്കും. അതിനുശേഷം നമ്മൾ എവിടാന്ന് വെച്ചാൽ ഇൻസ്ട്രുമെന്റ് കൊണ്ടുവച്ചതിന് ശേഷം ഇവിടെ വന്നിട്ടാണ് ഇൻസ്ട്രുമെന്റ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് റീഡിംഗ് ആണ് ബാക്ക് സൈറ്റ് റീഡിങ്. ഒരു ഫോർ സൈറ്റ് എടുത്തതിന് ശേഷമാണ് ബാക്ക് സൈറ്റ് എടുക്കുന്നത്. നേരം ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ സെക്കൻഡ് സൈറ്റ് ഓൺ എനി ചേഞ്ച് പോയിന്റ് ഈസ് ഫോർ സൈറ്റ്.
ആണോ? സെക്കൻഡ് സൈറ്റ് ഓൺ എനി ചേഞ്ച് പോയിന്റ്, അതായത് രണ്ടാമത് നമ്മൾ എടുക്കുന്ന റീഡിങ് വന്നിട്ട് എന്താണ്? ബാക്ക് സൈറ്റ് ആയിരിക്കും അല്ലേ? അന്നേരം ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഫസ്റ്റില് ഫോർസൈറ്റ് എടുത്തിട്ട് രണ്ടാമത് കൊണ്ടുവച്ചെടുക്കുന്ന ബാക്ക് സൈറ്റ് ആയിരിക്കും. നേരം ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ലൈൻ കൊമൻസസ് വിത്ത് ഫോർസൈറ്റ് ആൻഡ് ക്ലോസസ് വിത്ത് ബാക്ക് സൈറ്റ്. ആണോ? നമ്മൾ ആദ്യമേ എടുക്കുന്ന ഏതാണ്? ആദ്യമേ ബാക്ക് സൈറ്റ് എടുത്തിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു ഇത് എൻഡ് ചെയ്യുന്ന വന്നിട്ട് നമ്മളൊരു ഫോർസൈറ്റ് എടുത്തിട്ടായിരിക്കും നമ്മൾ എൻഡ് ചെയ്യുന്നത് അല്ലേ? നേരം ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഫോർസൈറ്റും ബാക്ക് സൈറ്റും ആണ് പറഞ്ഞിരിക്കുന്നത്, തെറ്റാണ്. നേരം തിരിച്ചാണ് വരുന്നത്. നേരം ഈ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ശരി. വന്നിട്ട് ആദ്യമേ ബാക്ക് സൈറ്റും ക്ലോസ് ചെയ്യുന്നത് ഫോർസൈറ്റിലും. മനസ്സിലായോ അത്? അടുത്തത് എന്താണ്? വെർട്ടിക്കൽ ആംഗിൾ ബിറ്റ്വീൻ ലോങ്ജിറ്റ്യൂഡിനൽ ആക്സിസ് ഓഫ് എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റിക് നീഡിൽ ആൻഡ് എ ഹൊറിസോണ്ടൽ ലൈന് അറ്റ് ഇറ്റ്സ് പിവറ്റ് വിളിക്കുന്ന പേരാണ് എന്ത്? ഡിപ്പ് അല്ലേ? അതായത് നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു വെർട്ടിക്കൽ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പ്. ഡിക്ലിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ട്രൂ നോർത്തും മാഗ്നറ്റിക് നോർത്തും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ ആംഗിളിനെ വിളിക്കുന്ന പേരാണ്. അതായത് ട്രൂ നോർത്തിൽ നിന്ന് ഈ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മാഗ്നറ്റിക് നീഡില് മൂവ് ചെയ്യുന്ന കാരണം ഉണ്ടാവുന്ന ഇതിനെ പറയുന്നതാണ് വന്നിട്ട് ആ ഒരു ഹൊറിസോണ്ടൽ ആംഗിൾ ആണ് ഡിക്ലിനേഷൻ. ആ ഒരു കേസ് ഓർത്തോണം. അതുപോലെ തന്നെ ഈസ്റ്റിലോട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നത് ഡിക്ലിനേഷൻ ഈസ്റ്റ്, വെസ്റ്റിലോട്ടാണെങ്കിൽ ഡിക്ലിനേഷൻ വെസ്റ്റ്. ആ ഒരു കേസൊക്കെ ഓർത്തോണം. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രോഗ്രാഫിക് സർവേ അല്ലെങ്കിൽ മറൈൻ സർവേ വരുന്ന സമയത്ത് എന്താണ്? ഹൈഡ്രോഗ്രാഫിക് പേരിന്റെ അകത്ത് തന്നെ കിട്ടും. എന്താണ്? ലാർജ് വാട്ടർ ബോഡീസ്. ഹെവൻലി ബോഡീസ് ആവുന്ന സമയത്ത് എന്താണ്? അസ്ട്രോണമിക്കൽ സർവേ. അതുപോലെ തന്നെ മൗണ്ടൻ റീജിയൻസിന്റെ ഒക്കെ കേസില്, ഹില്ല് വാലി അതിന്റെയൊക്കെ കേസിൽ വരുന്ന സമയത്ത് ഏതാണ്? ടോപ്പോഗ്രഫിക്കൽ സർവേ ആയിരിക്കും വരുന്നത്. ആ ഒരു കേസൊക്കെ ഓർത്തോണം. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇമാജിനറി ലൈൻ ലൈയിങ് ത്രൂ ഔട്ട് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് പ്രിസർവിങ് എ കോൺസ്റ്റന്റ് ഇൻക്ലിനേഷൻ ടു ദ ഹൊറിസോണ്ടൽ. അതിനെ പറയുന്നതാണ് കോണ്ടൂർ ഗ്രേഡിയന്റ്. സിമ്പിൾ ആയിട്ട്. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ, ഏതാണ്? കോൺസ്റ്റന്റ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് കോണ്ടൂർ. അതിനെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ ഇന്റർവെല്. ഹൊറിസോണ്ടൽ ഇതാവുന്ന സമയത്ത് ഹൊറിസോണ്ടൽ ഇക്വലന്റ്. അത് കൂട്ടേര്. ഓക്കെ. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? സെൻസിറ്റിവിറ്റി ഓഫ് ബബിൾ ട്യൂബ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. എങ്ങനെയൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും? ഇൻക്രീസിങ് ദ ഇന്റേണൽ റേഡിയസ് ഓഫ് ദ ട്യൂബ്, ഇൻക്രീസിങ് ദ ഡയമീറ്റർ ഓഫ് ദ ട്യൂബ്, ഇൻക്രീസിങ് ദ ലെങ്ത് ഓഫ് ദ ട്യൂബ്. അതുപോലെ തന്നെ ഡിക്രീസിങ് ദ റഫ്നെസ് ഓഫ് ദ വാള്, ഡിക്രീസിങ് ദ വിസ്കോസിറ്റി ആൻഡ് സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ്. ഇങ്ങനെയാണ് നമുക്ക് ബബിൾ ട്യൂബിന്റെ കേസിലുള്ള സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ഇൻക്രീസിങ് ദ ഡയമീറ്റർ ഓഫ് ദ ട്യൂബ്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ, ചെയിൻ സർവേയുടെ കേസിൽ വരുന്ന സമയത്ത് ഫീൽഡ് വർക്ക് ലിമിറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ലീനിയർ മെഷർമെന്റ്സ് മാത്രമേ ചെയ്യത്തുള്ളൂ അല്ലേ? ഓർത്തോണം. ചെയിൻ സർവേയുടെ കേസിൽ വരുന്ന സമയത്ത് ലീനിയർ മെഷർമെന്റ്സ് മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ ആണേ? ക്ലിയർ ആണോ? ആംഗുലാർ മെഷർമെന്റ്സ് ചെയിൻ സർവേയുടെ കേസിൽ എടുക്കത്തില്ല. ചെയിൻ യൂസ് ചെയ്തുകൊണ്ട് ലെങ്ത് മാത്രമേ എടുത്തു പോകത്തുള്ളൂ. അതാണ് ലീനിയർ മെഷർമെന്റ്സ് മാത്രമേ എടുക്കത്തുള്ളൂ. അതിന്റെ കേസിൽ നമ്മൾ വേറെ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ കോമ്പസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കോമ്പസ് ആയി, കോമ്പസ് സർവേ ആയി.
ഓക്കെ.